ബാലിസ്റ്റിക് മിസൈൽ എന്ന് കേൾക്കുമ്പോൾ അതിലെ ഈ ബാലിസ്റ്റിക് എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ശരിക്കും ബാലിസ്റ്റിക് എന്ന വാക്ക് ഫിസിക്സുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ്. നമ്മളൊരു പന്ത് ദൂരത്തേക്ക് എറിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നും വിട്ട ശേഷം ആ പന്ത് സഞ്ചരിക്കുന്ന ഒരു പാതയുണ്ട്. ഏകദേശം അതിന് സമാനമായ പാതയിൽ സഞ്ചരിക്കുന്ന മിസൈൽ, അതാണ് ഒരു ബാലിസ്റ്റിക് മിസൈൽ. തുടർച്ചയായ റോക്കറ്റ് ത്രസ്റ്റ് ഉപയോഗിച്ച് സഞ്ചരിക്കുന്ന ഒരു മിസൈലിന്റെ സഞ്ചാരപാതയും ഒരു പന്തിന്റെ സഞ്ചാരപാതയും തമ്മിൽ എങ്ങനെ താരതമ്യം ചെയ്യും എന്നായിരിക്കും പലരും ഇപ്പോൾ ചിന്തിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ധാരണകൾ തെറ്റാവുന്നത്. ഒരു ബാലിസ്റ്റിക് മിസൈല് അതിന്റെ ടാർഗറ്റിലേക്കുള്ള ദൂരത്തിന്റെ 90% സഞ്ചരിക്കുന്നത് ഒരു തരത്തിലുള്ള റോക്കറ്റ് പ്രൊപ്പൽഷനും ഇല്ലാതെയാണ്. അതായത് ആദ്യത്തെ 10% ദൂരത്തേക്ക് മാത്രമേ ഇത്തരം മിസൈലുകളുടെ റോക്കറ്റ് എഞ്ചിൻ പ്രവർത്തിക്കൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബാലിസ്റ്റിക് മിസൈൽ സഞ്ചരിക്കുന്നത് നമ്മൾ എറിയുന്ന ഒരു പന്ത് സഞ്ചരിക്കുന്നത് പോലെ തന്നെയാണ്. അതാണ് ബാലിസ്റ്റിക് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഒരു ക്രൂയിസ് മിസൈല് അങ്ങനെയല്ല. പുറപ്പെട്ട സമയം തൊട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ തുടർച്ചയായ പ്രൊപ്പൽഷനുള്ള മിസൈലാണ് ക്രൂയിസ് മിസൈല്. ഇന്ത്യയുടെ സൂപ്പർസോണിക് മിസൈലായ ബ്രഹ്മോസ് മിസൈല് ഒരു ക്രൂയിസ് മിസൈലാണ്. 2023 റഷ്യയുടെ സിർക്കോൺ എന്ന മിസൈല് വരുന്നത് വരെ ലോകത്തിലെ ഏറ്റവും സ്പീഡ് കൂടുതലുള്ള ക്രൂയിസ് മിസൈല് ബ്രഹ്മോസ് ആയിരുന്നു. പക്ഷേ ക്രൂയിസ് മിസൈലുകളെ അപേക്ഷിച്ച് ബാലിസ്റ്റിക് മിസൈലുകളുടെ ദൂരപരിധി വളരെ കൂടുതലാണ്. ലക്ഷ്യസ്ഥാനം എത്തുന്നത് വരെ തുടർച്ചയായ പ്രൊപ്പൽഷൻ ഇല്ലാതെ ഒരു ബാലിസ്റ്റിക് മിസൈൽ എങ്ങനെ അത്രയും ദൂരം സഞ്ചരിക്കുന്നു? ബാലിസ്റ്റിക് മിസൈലും ക്രൂയിസ് മിസൈലും തമ്മിൽ എന്താണ് വ്യത്യാസം? എന്താണ് ഒരു ഹൈപ്പർസോണിക് മിസൈൽ? നമുക്ക് ഈ വീഡിയോ വഴി ഒന്ന് കണ്ടു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, സയൻസ് ഫോർ മാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഇനീഷ്യൽ ത്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് തള്ളൽ ശക്തിയൊന്നും ഇല്ലാതെ തന്നെ ഒരുപാട് ദൂരം പോകുന്ന വസ്തുക്കളെയാണ് പ്രൊജക്ടൈൽസ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മളൊരു പന്ത് എറിഞ്ഞാലും ഒരു ജാവലിൻ എറിഞ്ഞാലും അതൊക്കെ ഒരു പ്രൊജക്ടൈലാണ്. അതുപോലെ തന്നെ തോക്കിൽ നിന്നും ഫയർ ചെയ്യുന്ന ബുള്ളറ്റ്, പീരങ്കിയിൽ നിന്നും ഫയർ ചെയ്യുന്ന ഷെല്ല് മുതലായവയും പ്രൊജക്ടൈലുകൾ തന്നെയാണ്. കാരണം ഇവയൊക്കെ ഇനീഷ്യലി കിട്ടുന്നൊരു ത്രസ്റ്റ് കൊണ്ട് മാത്രമാണ് അവസാനം വരെ സഞ്ചരിക്കുന്നത്. ഇവയ്ക്ക് തുടർച്ചയായ പ്രൊപ്പൽഷൻ ഇല്ല. സഞ്ചരിക്കുന്നതിനിടയിൽ ഇവയുടെ മേല് 2 ഫോഴ്സുകളെ ആക്ട് ചെയ്യുന്നുള്ളൂ. ഒന്ന് ഭൂമിയുടെ ഗ്രാവിറ്റി, 2 അന്തരീക്ഷ വായുവിന്റെ റെസിസ്റ്റൻസ്. ഇത്തരം വസ്തുക്കളുടെ സഞ്ചാരപാതയെക്കുറിച്ചുള്ള പഠനത്തെയാണ് ഫിസിക്സിൽ ബാലിസ്റ്റിക്സ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. സിനിമകളിലൊക്കെ തോക്ക് ഉപയോഗിച്ച് ഒരു ക്രൈം നടന്നാൽ ഒരു ബാലിസ്റ്റിക് എക്സ്പേർട്ടിന്റെ അഭിപ്രായം തേടുന്നത് നിങ്ങൾ കണ്ടു കാണും. അതേ ബാലിസ്റ്റിക് എന്ന വാക്ക് തന്നെയാണ് ബാലിസ്റ്റിക് മിസൈൽ എന്ന പേരിലും വരുന്നത്. നമ്മളൊരു പന്ത് എറിയുമ്പോൾ അത് മാക്സിമം ദൂരെ ചെല്ലണം എന്നുണ്ടെങ്കിൽ അതിനെ നേരെ ഹൊറിസോണ്ടലി എറിഞ്ഞാൽ പോരാ, ഇങ്ങനെ ചെരിച്ചെറിയണം. കാരണം നേരെ ഹൊറിസോണ്ടലി എറിഞ്ഞാൽ അധികം ദൂരം പോകുന്നതിന് മുമ്പ് തന്നെ പന്ത് താഴെ വീഴും. എന്നാൽ ചെരിച്ചെറിയുമ്പോൾ പന്ത് കൂടുതൽ ഉയരത്തിൽ പോകുന്നതുകൊണ്ട് താഴെ വീഴാൻ കൂടുതൽ സമയമെടുക്കും. ആ സമയത്തിനുള്ളിൽ അതിന് ഒരുപാട് ദൂരം ഹൊറിസോണ്ടലി സഞ്ചരിക്കാൻ കഴിയും. ഇത്തരത്തിൽ നമ്മൾ എറിയുന്ന ഒരു പന്ത് ഫോളോ ചെയ്യുന്ന പാത ഒരു പാരബോളിക് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. മിക്കവാറും എല്ലാ പ്രൊജക്ടൈലുകളും, അതായത് തോക്കിൽ നിന്നും ഫയർ ചെയ്യുന്ന ബുള്ളറ്റ് ആയാലും ഒരു പീരങ്കി ഷെല്ലായാലും അതൊക്കെ ഫോളോ ചെയ്യുന്നത് ഇതുപോലെയുള്ള പാരബോളിക് പാതയായിരിക്കും. ഇത്തരം പാതകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ദൂരം കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ഉയരവും കൂടും. അതായത് ഒരു പന്ത് കൂടുതൽ ദൂരത്തേക്ക് പോകാൻ നമ്മൾ കൂടുതൽ ശക്തിയായി എറിയുമ്പോൾ സ്വാഭാവികമായും അത് കൂടുതൽ ഉയരത്തിലേക്കും പോകും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കൂടുതൽ ഉയരത്തിലേക്ക് പോകുന്നത് മൂലം കിട്ടുന്ന കൂടുതൽ സമയമാണ് അതിനെ കൂടുതൽ ദൂരത്തിലേക്ക് പോകാൻ സഹായിക്കുന്നത്. ഒരു ബാലിസ്റ്റിക് മിസൈലും ഇതേ പാരബോളിക് പാത തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഒരു പന്ത് എറിയുമ്പോൾ അതിന് ഇനീഷ്യൽ സ്പീഡ് കൊടുക്കുന്നത് നമ്മുടെ കൈയാണ്. ഒരു തോക്കിലെ ബുള്ളറ്റിന് ഇനീഷ്യൽ ത്രസ്റ്റ് കൊടുക്കുന്നത് അത് ഫയർ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രഷറാണ്. പീരങ്കിയുടെ കാര്യവും അങ്ങനെ തന്നെ. എന്നാൽ ഒരു ബാലിസ്റ്റിക് മിസൈലിന് ഇനീഷ്യൽ ത്രസ്റ്റ് കൊടുക്കുന്നത് ഒരു റോക്കറ്റ് ആണെന്ന് മാത്രം. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു ബാലിസ്റ്റിക് മിസൈലിന്റെ സഞ്ചാരപാതയെക്കുറിച്ചും വിവിധ സ്റ്റേജുകളെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. 1000 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു ടാർഗറ്റിലേക്ക് നമ്മളൊരു ബാലിസ്റ്റിക് മിസൈൽ ഫയർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. 1000 കിലോമീറ്റർ എന്നത് ബാലിസ്റ്റിക് മിസൈലുകളുടെ ഏറ്റവും കുറഞ്ഞ ദൂരമാണ്. എങ്കിലും തൽക്കാലം നമുക്ക് അവിടെ നിന്നും തുടങ്ങാം. ഈ മിസൈൽ ഫോളോ ചെയ്യുന്ന സഞ്ചാരപാത ഏകദേശം ഇതുപോലെ ഇരിക്കും. ഈ പാതയുടെ മാക്സിമം ഹൈറ്റ് ഏകദേശം 150 കിലോമീറ്റർ ആണ്.
എന്നാൽ ഈ മിസൈലിനെ ആ മാക്സിമം ഹൈറ്റ് എത്തിക്കുന്നത് വരെ പോലും അതിൻ്റെ റോക്കറ്റ് എഞ്ചിൻ പ്രവർത്തിക്കില്ല. ഈ പാതയുടെ ഏകദേശം ഇവിടെ വരെ, അതായത് ഭൂമിയിൽ നിന്നും 50-70 കിലോമീറ്റർ എത്തുന്നത് വരെയേ ഈ മിസൈലിൻ്റെ റോക്കറ്റ് പ്രവർത്തിക്കൂ. ആ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ ഈ മിസൈലിന് ഒരു തരത്തിലുമുള്ള പ്രൊപ്പൽഷൻ ഉണ്ടായിരിക്കില്ല. പക്ഷേ ഈ ഒരു പോയിന്റ് എത്തുന്നതിനുള്ളിൽ തന്നെ മിസൈലിൻ്റെ സ്പീഡ് 2-3 കിലോമീറ്റർ പെർ സെക്കൻഡ് ആയിട്ടുണ്ടാവും. അതായത് ഏകദേശം 10,000 കിലോമീറ്റർ പെർ അവർ. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സഞ്ചാരപാത മുഴുവനും ഈ മിസൈൽ തരണം ചെയ്യുന്നത് ഈ ഒരു സ്പീഡും അതുമൂലമുള്ള കൈനറ്റിക് എനർജിയും ഉപയോഗിച്ചാണ്. മിസൈലിൻ്റെ റോക്കറ്റ് എഞ്ചിനുകൾ പ്രവർത്തിക്കുന്ന ഈ സ്റ്റേജിനെ ബൂസ്റ്റ് ഫേസ് എന്നാണ് വിളിക്കുന്നത്. വെറും 1-2 മിനിറ്റ് മാത്രമേ ഈ ബൂസ്റ്റ് ഫേസ് ഉണ്ടായിരിക്കുള്ളൂ. അത്രയും സമയത്തിനുള്ളിൽ തന്നെ മിസൈലിന് അത്രയും വലിയൊരു സ്പീഡ് കൊടുക്കാൻ അതിൻ്റെ റോക്കറ്റ് എഞ്ചിനുകൾക്ക് കഴിയും. മിക്കവാറും ഈ സ്റ്റേജ് കഴിയുന്നതോടു കൂടി തന്നെ മിസൈലിൻ്റെ ഈ റോക്കറ്റ് ബൂസ്റ്റർ ഭാഗം ഉപേക്ഷിക്കപ്പെടും. മിസൈലിൻ്റെ അടുത്ത ഫേസിനെ കോസ്റ്റിംഗ് ഫേസ് എന്നാണ് വിളിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് പ്രൊപ്പൽഷൻ ഒന്നും ഇല്ലാതെ നീങ്ങുന്ന സ്റ്റേജ്. 50 കിലോമീറ്ററിന് മുകളിലേക്ക് ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ ഡെൻസിറ്റി വളരെ കുറവായതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ എയർ റെസിസ്റ്റൻസ് താരതമ്യേന വളരെ കുറവായിരിക്കും. ബൂസ്റ്റ് ഫേസിൽ വെച്ച് കിട്ടിയ സ്പീഡും കൈനറ്റിക് എനർജിയും വെച്ച് 150 കിലോമീറ്റർ ഉയരത്തിൽ വരെ ആ മിസൈൽ എത്തും. പക്ഷേ അപ്പോഴേക്കും അതിൻ്റെ സ്പീഡ് കുറഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ മിസൈൽ താഴോട്ടുള്ള യാത്ര തുടങ്ങും. താഴോട്ട് വരുമ്പോൾ ഭൂമിയുടെ ഗ്രാവിറ്റി മൂലം മിസൈലിൻ്റെ സ്പീഡ് കൂടാൻ തുടങ്ങും. തിരിച്ച് 50 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ ബൂസ്റ്റ് ഫേസിൻ്റെ അവസാനത്തിലുണ്ടായിരുന്ന സ്പീഡിൻ്റെ ഏകദേശം അടുത്ത് കണ്ടൊരു സ്പീഡ് മിസൈലിനുണ്ടാവും. മിസൈൽ തുടർന്നും താഴോട്ട് സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ സ്പീഡ് പിന്നെയും കൂടും. 50 കിലോമീറ്ററിൽ താഴെ പോകുമ്പോൾ അവിടെ അന്തരീക്ഷത്തിൻ്റെ എയർ ഫ്രിക്ഷൻ താരതമ്യേന കൂടുതലാണ്. സ്വാഭാവികമായും മിസൈൽ ചൂട് പിടിക്കാൻ തുടങ്ങും. ഇവിടെ മുതലാണ് മിസൈലിൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയും സ്റ്റേജ് ആരംഭിക്കുന്നത്. റീ എൻട്രി ഫേസ് എന്നാണ് ഈ സ്റ്റേജിനെ വിളിക്കുന്ന പേര്. ദീർഘദൂര ബാലസ്റ്റിക് മിസൈലുകളുടെ ഫൈനൽ സ്റ്റേജിനാണ് ഈ റീ എൻട്രി എന്ന പേര് ശരിക്കും ചേരുന്നത്. എങ്കിലും എല്ലാ ബാലസ്റ്റിക് മിസൈലുകളുടെയും അവസാനത്തെ സ്റ്റേജിനെ റീ എൻട്രി സ്റ്റേജ് എന്ന് തന്നെയാണ് വിളിക്കാറ്. ഈ സ്റ്റേജിലും മിസൈലിന് ഒരു തരത്തിലുള്ള പ്രൊപ്പൽഷനും ഉണ്ടായിരിക്കില്ല. പക്ഷേ ഈ സമയത്ത് മിസൈലിൻ്റെ ഡയറക്ഷൻ നിയന്ത്രിക്കാനുള്ള ചില സംവിധാനങ്ങൾ പ്രവർത്തിക്കും. മിസൈലിൻ്റെ ലക്ഷ്യസ്ഥാനത്തിൽ കാര്യമായൊരു മാറ്റം വരുത്താൻ ഈ സ്റ്റേജിൽ വെച്ച് കഴിയില്ല. അത് ആദ്യത്തെ ബൂസ്റ്റ് ഫേസ് കഴിഞ്ഞപ്പോഴേ തീരുമാനിക്കപ്പെട്ടതാണ്. എങ്കിലും മിസൈലിൻ്റെ ഡയറക്ഷനിൽ ചില ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അഥവാ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ഈ സ്റ്റേജിൽ വെച്ച് കഴിയും. ചില മിസൈലുകളിൽ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ചെറിയ ത്രസ്റ്ററുകൾ തന്നെയായിരിക്കും. എന്നാൽ മറ്റു മിസൈലുകളിൽ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് മിസൈലിൻ്റെ മേലെയുള്ള ചെറിയ ചിറക് പോലെയുള്ള ഫിൻസ് ആയിരിക്കുന്നു മാത്രം. ഇതാണ് ഒരു ബാലസ്റ്റിക് മിസൈലിൻ്റെ സഞ്ചാരപാത. ഇത് ശ്രദ്ധിച്ചാൽ കാണാം, ആദ്യത്തെ ബൂസ്റ്റ് ഫേസ് കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലുള്ള പ്രൊപ്പൽഷനും ഈ മിസൈലിനില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു പ്രൊജക്ടൈൽ സഞ്ചരിക്കുന്ന പോലെ തന്നെയാണ് ഈ മിസൈലും സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബാലസ്റ്റിക് മിസൈൽ എന്ന് വിളിക്കുന്നത്. മിസൈലിൻ്റെ ദൂരപരിധി കൂടുന്തോറും ഈ സഞ്ചാരപാതയുടെ അളവുകളും സ്പീഡുകളും മാറും. എങ്കിലും ഈ പാരബോള ഷേപ്പ് ഏകദേശം അങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാവുക. ഏറ്റവും ദൂരം കൂടുതൽ സഞ്ചരിക്കുന്ന ബാലസ്റ്റിക് മിസൈലുകളെ ഇന്റർ കോണ്ടിനെന്റൽ ബാലസ്റ്റിക് മിസൈൽ അഥവാ ICBM എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ ദൂരപരിധി 10,000 കിലോമീറ്റർ ഒക്കെയാണ്. ഒരു പ്രൊജക്ടൈൽ കൂടുതൽ ദൂരത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഉയരത്തിലേക്ക് സഞ്ചരിക്കേണ്ടി വരും എന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഇത് ICBMകൾക്കും ബാധകമാണ്. ഒരു ഇന്റർ കോണ്ടിനെന്റൽ ബാലസ്റ്റിക് മിസൈലിൻ്റെ ഈ പാരബോളിക് പാതയുടെ മാക്സിമം ഉയരം 800 മുതൽ 1000 കിലോമീറ്റർ വരെയാണ്. ഇത്തരം മിസൈലുകൾ പൂർണ്ണമായും ഭൂമിയുടെ അന്തരീക്ഷത്തിന് വെളിയിൽ പോകും. അതിൻ്റെ ബൂസ്റ്റ് ഫേസ് മിസൈലിനെ 400 കിലോമീറ്റർ ഉയരത്തിലെത്തിക്കും. അതിന് 5 മുതൽ 8 മിനിറ്റ് വരെ എടുക്കും. ബൂസ്റ്റ് ഫേസ് അവസാനിക്കുമ്പോൾ മിസൈലിൻ്റെ സ്പീഡ് 5-6 കിലോമീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ആ സ്പീഡ് മൂലം അത് 1000 കിലോമീറ്റർ ഉയരത്തിൽ വരെ എത്തും. എന്നിട്ടാണ് താഴത്തേക്ക് വരാൻ തുടങ്ങുക. അത് കൂടുതൽ ഉയരത്തിൽ നിന്നും വരുന്നത് കൊണ്ട് താഴേക്ക് വരുമ്പോൾ അതിൻ്റെ സ്പീഡും കൂടുതലായിരിക്കും. അന്തരീക്ഷത്തിലേക്ക് റീ എൻട്രി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്പീഡ് 7 കിലോമീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അതായത് ഏകദേശം 25,000 കിലോമീറ്റർ പെർ അവർ. ശബ്ദത്തിൻ്റെ 20 ഇരട്ടിയിൽ കൂടുതൽ വേഗതയായി അത്. അത്രയും സ്പീഡിലാണ് ഒരു ഇന്റർ കോണ്ടിനെന്റൽ ബാലസ്റ്റിക് മിസൈൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നത്. അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു കടക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഈ സ്റ്റേജിനെ റീ എൻട്രി സ്റ്റേജ് എന്ന് വിളിക്കുന്നത്.
ഞാൻ പറഞ്ഞു വന്നത് ബാലിസ്റ്റിക് മിസൈലിന്റെ ദൂരപരിധി കൂടുന്നതനുസരിച്ച് അത് സഞ്ചരിക്കുന്ന പരബോളയുടെ വലുപ്പം മാറും, സഞ്ചരിക്കുന്ന സ്പീഡുകളും മാറും. പക്ഷേ ഈ സഞ്ചാരപാതയുടെ ഷേപ്പ് സെയിം തന്നെയായിരിക്കും. ഇത്രയും കേട്ട് കഴിയുമ്പോൾ പലർക്കും തോന്നാവുന്ന ഒരു സംശയമാണ് എന്തുകൊണ്ട് ഇത്തരം മിസൈലുകൾക്ക് ടാർഗറ്റ് എത്തുന്നത് വരെ പ്രൊപ്പൽഷൻ കൊടുക്കുന്നില്ല എന്നുള്ളത്. ഈ 10,000 കിലോമീറ്ററും സഞ്ചരിക്കാൻ റോക്കറ്റ് പ്രൊപ്പൽഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് ഇന്ധനം ചെലവാകും. അത്രയും ഇന്ധനം മിസൈൽ കൂടെ കൊണ്ടുപോകണം. മാത്രമല്ല ബാലിസ്റ്റിക് മിസൈൽ പലപ്പോഴും ഭൂമിയുടെ അന്തരീക്ഷം വിട്ട് പുറത്തു പോകുന്നത് കൊണ്ട് ഇന്ധനം മാത്രം കൂടെ കൊണ്ടുപോയാൽ പോരാ, അതിനെ കത്തിക്കാനുള്ള ഓക്സിഡൈസറും കൂടെ കൊണ്ടുപോകണം. അപ്പോൾ സ്വാഭാവികമായും മിസൈലിൻ്റെ ഭാരം ഒരുപാട് കൂടും. അപ്പോൾ അതിന് ചുമക്കാൻ കഴിയുന്ന ആയുധത്തിൻ്റെ വലുപ്പവും ഭാരവും കുറയ്ക്കേണ്ടി വരും. എന്നാൽ ഈ ഒരു മെത്തേഡ് ആവുമ്പോൾ ഭൂമിയുടെ ഗ്രാവിറ്റിയുടെ സഹായം നമ്മൾ എടുക്കുന്നത് കൊണ്ട് കുറച്ച് ഇന്ധനം ഉപയോഗിച്ച് ഭാരം കൂടുതലുള്ള ആയുധങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ ഈസി ആയിട്ട് കഴിയും. അതുകൊണ്ടാണ് ഈ ബാലിസ്റ്റിക് രീതി ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഒരു ക്രൂയിസ് മിസൈൽ എങ്ങനെ പ്രവർത്തിക്കുന്നു നോക്കാം. ഒരു ക്രൂയിസ് മിസൈലിന് പുറപ്പെട്ട സമയം തൊട്ട് ടാർഗറ്റ് എത്തുന്നത് വരെ തുടർച്ചയായ പ്രൊപ്പൽഷൻ ഉണ്ടായിരിക്കും. പക്ഷേ അതിനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു റോക്കറ്റ് എഞ്ചിൻ അല്ല, മറിച്ച് ജെറ്റ് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ജെറ്റ് എഞ്ചിനാണ്. മിക്ക ക്രൂയിസ് മിസൈലുകൾക്കും പ്ലെയിനുകൾക്കുള്ളതുപോലെയുള്ള ഒരു കൊച്ചു ചിറകുണ്ടായിരിക്കും. അതുപോലെ തന്നെ വാലറ്റത്ത് ചെറിയ ഫിൻസും ഉണ്ടായിരിക്കും. ഇതൊക്കെ ചേർന്നാണ് മിസൈലിന് ലിഫ്റ്റും എയ്റോഡൈനാമിക് സ്റ്റെബിലിറ്റിയും കൊടുക്കുന്നത്. മാത്രമല്ല ഈ ഫിൻസ് നിയന്ത്രിക്കുന്നത് വഴി ക്രൂയിസ് മിസൈലിന്റെ ഗതി നിയന്ത്രിക്കാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ ഒരു കൊച്ചു ജെറ്റ് വിമാനം പറക്കുന്നതിന് സമാനമായ രീതിയിൽ സഞ്ചരിക്കുന്ന മിസൈലാണ് ക്രൂയിസ് മിസൈൽ. ക്രൂയിസ് മിസൈലുകൾക്ക് തുടക്കം മുതൽ അവസാനം വരെ പ്രൊപ്പൽഷൻ ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ കണ്ട പോലെയുള്ള ഒരു പാരബോളിക് പാത ഫോളോ ചെയ്യേണ്ട ആവശ്യം അതിനില്ല. മാത്രമല്ല സഞ്ചാരപാതയ്ക്കിടയിൽ അതിനെ എങ്ങനെ വേണമെങ്കിലും വഴി മാറ്റി വിടാം. ക്രൂയിസ് മിസൈലുകൾ സാധാരണഗതിയിൽ വളരെ ഉയരത്തിലേക്ക് പോവാറില്ല. വളരെ താഴ്ന്ന് ഭൂമിയുടെ സർഫസിന്റെ അടുത്തു കൂടെയാണ് അത് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റഡാറുകൾക്ക് ഇതിനെ ഡിറ്റക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. കരയുടെ മുകളിലൂടെയാണെങ്കിൽ 100 മീറ്റർ ഉയരത്തിലും കടലിന്റെ മുകളിൽ കൂടെ ആണെങ്കിൽ വെറും 10 മീറ്റർ ഉയരത്തിലുമാണ് അത് സഞ്ചരിക്കാറ്. എല്ലാ സമയത്തും ഭൂമിയുടെ അന്തരീക്ഷത്തിനുള്ളിൽ കൂടെ മാത്രം സഞ്ചരിക്കുന്നത് കൊണ്ട് അതിന്റെ എഞ്ചിൻ പ്രവർത്തിക്കാൻ ആവശ്യമായ ഓക്സിജൻ അതിന് അന്തരീക്ഷത്തിൽ നിന്നും കിട്ടും. അതുകൊണ്ടാണ് അവയ്ക്ക് ജെറ്റ് എഞ്ചിനുകൾ ഉപയോഗിക്കാൻ കഴിയുന്നത്. റോക്കറ്റ് എഞ്ചിനുകളെ അപേക്ഷിച്ച് എഫിഷ്യൻസി കൂടുതലാണ് ജെറ്റ് എഞ്ചിനുകൾക്ക്. മാത്രമല്ല ഓക്സിജൻ കൂടെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഇത്തരം മിസൈലുകൾക്ക് ബാലിസ്റ്റിക് മിസൈലുകളെ അപേക്ഷിച്ച് ഭാരം കുറവായിരിക്കും. പക്ഷേ ജെറ്റ് എഞ്ചിനുകൾ ഉപയോഗിച്ച് വളരെ ഉയർന്ന സ്പീഡുകൾ സാധ്യമല്ല. മിക്ക ക്രൂയിസ് മിസൈലുകൾക്കും ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ല. അതായത് അവയൊന്നും സൂപ്പർ സോണിക് അല്ല. അതുകൊണ്ട് തന്നെ വിമാനങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന ആന്റി എയർക്രാഫ്റ്റ് വെപ്പൺ സിസ്റ്റം ഉണ്ടെങ്കിൽ ക്രൂയിസ് മിസൈലിനെയും തകർക്കാൻ കഴിയും. പക്ഷേ ഇത്തരം മിസൈലുകൾ വളരെ താഴ്ന്നു പറക്കുന്നത് കൊണ്ട് മിക്ക റഡാർ സംവിധാനങ്ങൾക്കും ഇതിനെ ദൂരെ നിന്നും ഡിറ്റക്ട് ചെയ്യാൻ കഴിയില്ല. തൊട്ടടുത്തെത്തുമ്പോഴേ ഇതിനെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് പ്രതിരോധ നടപടികൾ എടുക്കാൻ തീരെ സമയം കിട്ടില്ല. അതാണ് ക്രൂയിസ് മിസൈലുകളുടെ പ്രധാന അഡ്വാൻറ്റേജ്. ക്രൂയിസ് മിസൈലുകൾ പല തരത്തിലുള്ള നാവിഗേഷൻ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ഇനേർഷ്യൽ ഗൈഡൻസ് സിസ്റ്റം, പിന്നെ GPS ഗൈഡൻസ് സിസ്റ്റം. ഇതുകൂടാതെ ടെറൈൻ കൊണ്ടോർ മാച്ചിങ് എന്നൊരു സംവിധാനമുണ്ട്. അതായത് മിസൈൽ സഞ്ചരിക്കാൻ പോകുന്ന പാതയുടെ ജിയോഗ്രാഫിക് മാപ്പും ഉയർച്ചയും താഴ്ചയും ഒക്കെ നേരത്തെ കൂട്ടി ഡ്രോണുകളും സ്പൈ സാറ്റലൈറ്റുകളും ഉപയോഗിച്ച് കണ്ടുപിടിച്ച് വെക്കും. എന്നിട്ട് ഈ ഡാറ്റ മിസൈലിനകത്തേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഫീഡ് ചെയ്ത് വെക്കും. മിസൈൽ സഞ്ചരിക്കുമ്പോൾ അതിലുള്ള റഡാറുകൾ ഉപയോഗിച്ച് അത് അപ്പോൾ സഞ്ചരിക്കുന്ന പാതയും മാപ്പിലെ സ്ഥലങ്ങളുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടിരിക്കും. ക്രൂയിസ് മിസൈലിന് ഇത്ര താഴ്ന്നു പറക്കാൻ സഹായിക്കുന്നത് ഈ ഒരു സംവിധാനമാണ്. അമേരിക്കയുടെ ടൊമഹാക്ക് മിസൈലാണ് ഏറ്റവും പ്രസിദ്ധമായ ക്രൂയിസ് മിസൈൽ. അതിന് സമാനമായ ക്രൂയിസ് മിസൈലുകൾ മറ്റ് പല രാജ്യങ്ങൾക്കും ഉണ്ട്. ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലും ഒരു ക്രൂയിസ് മിസൈലാണ്. ആക്ച്വലി ബ്രഹ്മോസ് ഒരു സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ്. സാധാരണ ക്രൂയിസ് മിസൈലുകളെ അപേക്ഷിച്ച് ബ്രഹ്മോസ് മിസൈലിന് സ്പീഡ് വളരെ കൂടുതലാണ്. മാക്ക് 3 സ്പീഡ് വരെ അതിന് സഞ്ചരിക്കാൻ കഴിയും. മാക്ക് 3 എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ 3 ഇരട്ടി വേഗതയായി. ഈ അടുത്ത കാലം വരെ ലോകത്തിലെ ഏറ്റവും സ്പീഡ് കൂടുതലുള്ള ക്രൂയിസ് മിസൈൽ ബ്രഹ്മോസ് ആയിരുന്നു. എന്നാൽ 2023 റഷ്യയുടെ 3M22 സിർക്കോൺ എന്ന ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വന്നപ്പോഴാണ് ബ്രഹ്മോസ് മിസൈൽ പിന്നിലായത്.
ഇനി നമുക്ക് ബാലസ്റ്റിക് മിസൈലും ക്രൂയിസ് മിസൈലും തമ്മിലുള്ള താരതമ്യം നോക്കാം. ബാലസ്റ്റിക് മിസൈലുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്രൂയിസ് മിസൈലുകൾക്ക് ഒരുപാട് അഡ്വാൻറ്റേജുകളുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ ബാലസ്റ്റിക് മിസൈലുകൾക്ക് തന്നെയാണ് അഡ്വാൻറ്റേജ് കൂടുതൽ. ഉദാഹരണത്തിന് ക്രൂയിസ് മിസൈലുകൾക്ക് റേഞ്ച് താരതമ്യേന കുറവാണ്. ഒരു ശരാശരി ക്രൂയിസ് മിസൈലിൻ്റെ റേഞ്ച് 1000 മുതൽ 2500 കിലോമീറ്റർ വരെയാണ്. ഏറ്റവും റേഞ്ച് കൂടുതലുള്ള ക്രൂയിസ് മിസൈലിൻ്റെ റേഞ്ച് 5500 കിലോമീറ്റർ ആണ്. എന്നാൽ ഏറ്റവും റേഞ്ച് കൂടുതലുള്ള ഒരു ഇന്റർ കോണ്ടിനെന്റൽ ബാലസ്റ്റിക് മിസൈലിൻ്റെ റേഞ്ച് 13000 കിലോമീറ്റർ ആണ്. പിന്നെ ബാലസ്റ്റിക് മിസൈലുകൾക്ക് ക്രൂയിസ് മിസൈലുകളെ അപേക്ഷിച്ച് സ്പീഡ് വളരെ കൂടുതലാണ്. ബാലസ്റ്റിക് മിസൈലുകളുടെ സ്പീഡ് മാക്ക് 20 വരെയൊക്കെ എത്തും. എന്നാൽ മിക്ക ക്രൂയിസ് മിസൈലിൻ്റെയും സ്പീഡ് മാക്ക് 1 പോലും എത്തില്ല. ഈ അതിഭയങ്കരമായ സ്പീഡാണ് ബാലസ്റ്റിക് മിസൈലുകളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ബാലസ്റ്റിക് മിസൈലുകൾ വളരെ ഉയരത്തിൽ പോകുന്നതുകൊണ്ട് അവയെ ഡിറ്റക്ട് ചെയ്യാൻ റഡാറുകൾക്ക് എളുപ്പമാണ്. മാത്രമല്ല അതിൻ്റെ ബൂസ്റ്റ് ഫേസ് കഴിയുമ്പോഴേക്കും തന്നെ ആ മിസൈലിൻ്റെ ലക്ഷ്യം ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. എങ്കിലും അവയുടെ സ്പീഡ് വളരെ കൂടുതലായതുകൊണ്ട് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തും. അത്രയും കുറവ് സമയം കൊണ്ട് അവയെ ടാർഗറ്റ് ചെയ്യാനും അവയുടെ നേരെ ഉന്നം പിഴയ്ക്കാതെ മിസൈൽ തൊടുത്തുവിടാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ബാലസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ കഴിയുന്ന ആൻറ്റി ബാലസ്റ്റിക് മിസൈലുകൾ ചുരുക്കം ചില രാജ്യങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഒരു ഹൈപ്പർസോണിക് മിസൈൽ എന്നുള്ളതാണ്. ക്രൂയിസ് മിസൈലുകളുടെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് അവയ്ക്ക് സ്പീഡ് കുറവാണ് എന്നുള്ളതാണ്. ഈ ഒരു കുറവ് പരിഹരിക്കാൻ വേണ്ടിയാണ് പല രാജ്യങ്ങളും ഹൈപ്പർസോണിക് മിസൈലുകൾ നിർമ്മിക്കാനുള്ള ശ്രമം തുടങ്ങിയത്. ശബ്ദത്തിൻ്റെ 5 ഇരട്ടിയോ അതിൽ കൂടുതലോ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ക്രൂയിസ് മിസൈലിനെയാണ് ഹൈപ്പർസോണിക് മിസൈൽ എന്ന് വിളിക്കുന്നത്. അതായത് മാക്ക് 5ഓ അതിൽ കൂടുതലോ സ്പീഡുള്ള മിസൈലുകൾ. അത്തരമൊരു മിസൈൽ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നത് ടെക്നോളജിക്കലി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനുള്ള പ്രധാന തടസ്സം ഇതിലുപയോഗിക്കാനുള്ള എൻജിൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ ജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പോകാവുന്ന സ്പീഡിന് ഒരു പരിധിയുണ്ട്. മാക്ക് 3 സ്പീഡിൽ സഞ്ചരിക്കാൻ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിക്കുന്നത് റാംജെറ്റ് എന്നൊരു പ്രത്യേക തരം എഞ്ചിനാണ്. റാംജെറ്റ് എഞ്ചിൻ നോർമൽ സ്പീഡിൽ പ്രവർത്തിക്കില്ല, സൂപ്പർസോണിക് സ്പീഡിൽ മാത്രമേ പ്രവർത്തിക്കൂ. അതുകൊണ്ട് ബ്രഹ്മോസ് മിസൈലിനെ ആദ്യം സൂപ്പർസോണിക് സ്പീഡിൽ എത്തിക്കാൻ ബൂസ്റ്റർ റോക്കറ്റുകൾ ആവശ്യമാണ്. എന്നാൽ ഈ റാംജെറ്റ് ഉപയോഗിച്ചും ഹൈപ്പർസോണിക് സ്പീഡ് എത്താൻ കഴിയില്ല. അതിന് സ്ക്രാം ജെറ്റ് എന്നൊരു പ്രത്യേക തരം എഞ്ചിൻ ഉപയോഗിക്കണം. മാത്രമല്ല ഹൈപ്പർസോണിക് സ്പീഡിൽ സഞ്ചരിക്കുന്ന മിസൈലിൻ്റെ എയ്റോഡൈനാമിക് ഡിസൈൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഹൈപ്പർസോണിക് മിസൈൽ ഡെവലപ്പ് ചെയ്യാൻ പല രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ടെങ്കിലും യുദ്ധമുഖത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഹൈപ്പർസോണിക് മിസൈൽ ഇന്ന് റഷ്യയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അതാണ് 3M22 സിർക്കോൺ എന്ന മിസൈൽ. ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മോസ് 2 എന്ന മിസൈലും ഒരു ഹൈപ്പർസോണിക് മിസൈലാണ്. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഒരു സംയുക്ത സംരംഭമാണ് ബ്രഹ്മോസ് 2. ഈ ഒരു വീഡിയോ വഴി ബാലസ്റ്റിക് മിസൈൽ, ക്രൂയിസ് മിസൈൽ, ഹൈപ്പർസോണിക് മിസൈൽ എന്നിവയെക്കുറിച്ച് ഒരു ചെറിയ ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് കരുതുന്നു. ഈ പറഞ്ഞത് കൂടാതെ വേറെയും ഒരുപാട് തരത്തിലുള്ള മിസൈലുകളുണ്ട്. ഉദാഹരണത്തിന് ആൻറ്റി ബാലസ്റ്റിക് മിസൈൽ ഈ പറഞ്ഞ 2 കാറ്റഗറിയിലും പെടില്ല. അതുപോലെ തന്നെ ആൻറ്റി ടാങ്ക് മിസൈൽ, ആൻറ്റി എയർക്രാഫ്റ്റ് മിസൈൽ എന്നിങ്ങനെ സ്പെഷ്യലൈസ്ഡ് പർപ്പസുകൾക്ക് ഉപയോഗിക്കുന്ന വേറെയും മിസൈലുകളുണ്ട്. എന്നിരുന്നാലും ബാലസ്റ്റിക് മിസൈൽ, ക്രൂയിസ് മിസൈൽ എന്നുള്ളത് ഒരു പ്രധാന തരംതിരിവ് തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്കും ഷെയറും ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. ഓർക്കുക, ഒരറിവും ചെറുതല്ല. അറിഞ്ഞിട്ടിപ്പോൾ എന്താ ഗുണം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ്. താങ്ക് യു.